ലോകകപ്പിൻ്റെ ആളും ആരവോ ആവേശമൊന്നും അങ്ങ് എത്തിയില്ല എന്നുള്ള പരാതി പ്രചരിക്കുമ്പോൾ പോലും യഥാർത്ഥ ഫുട്ബോൾ ആവേശത്തിൻ്റെ കേരളത്തിലെ കളിത്തൊട്ടിൽ മലബാർ മണ്ണ് തന്നെയാണെന്ന് വീണ്ടും തെളിയുകയാണ്. മലപ്പുറത്ത് നിന്നും ഫുട്ബോൾ ആവേശത്തിൻ്റെ ആദ്യ കിക്ക് തെളിഞ്ഞിട്ടുണ്ട്. മലപ്പുറം നഗരസഭയാണ് ആദ്യ കിക്കിന് തിരികൊളുത്തിയത് എന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ കുന്നുമലിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഫലകമല്ല, ശില്പമാണ് ഇതിൻ്റെ തെളിവായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കേണ്ടത്. എടേ, അർജന്റീന ലോകകപ്പ് നേടിയതോടുകൂടി ലോകകപ്പിന്റെ പഴയ ഓളം അങ്ങ് പോയെന്ന് തോന്നുന്നു. എല്ലാ തവണയും ലോകകപ്പിനെ വൈബ്രൻ്റാക്കി നിർത്തിക്കൊണ്ടിരുന്നത് അർജന്റീന ആരാധകരാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഈ ടെൻഷൻ ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പ് ആയിരിക്കും ഇത്. ഓഫ് കോഴ്സ് അർജന്റീന ആരാധകർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ കാണാൻ പറ്റുന്ന ഒരു വേൾഡ് കപ്പാണിത്. കാരണം അവരുടെ കാലങ്ങളായിട്ടുള്ള കാത്തിരിപ്പിനൊടുവിൽ എല്ലാം നേടിക്കൊണ്ടാണ് അവർ പോയത്. ഏറ്റവും മികച്ച താരം, ഏറ്റവും കൂടുതൽ ഗോളുകൾ, ഏറ്റവും മികച്ച യുവതാരം, ഏറ്റവും മികച്ച ഗോൾ കീപ്പർ, അങ്ങനെ സഫലമാകാൻ കഴിയാതിരുന്ന മുഴുവൻ സ്വപ്നങ്ങളും സാക്ഷാത്കരിച്ച ശേഷം അർജന്റീന മടങ്ങുമ്പോൾ അവർക്ക് ടെൻഷൻ ഫ്രീ ആയിട്ട് വരണം. പിന്നെ പല ക്ലബ്ബുകൾക്കും അല്ലെങ്കിൽ പല ടീമുകൾക്കും അവരുടെ ഒരു സ്കോഡിൽ അത്ര കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് രണ്ട് യൂറോപ്യൻ ടീമുകളല്ലാതെ വേറെ ആരെങ്കിലും കപ്പടിക്കാൻ പോകുന്നില്ല എന്നുള്ളൊരു ചിന്താഗതിയൊക്കെ അവരുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ടായിരിക്കും ലോകകപ്പിന് പഴയൊരു ആവേശമൊന്നുമില്ല. പക്ഷെ ആ ആവേശത്തിനെ ഉണർത്താൻ മലപ്പുറം നഗരസഭയുടെ ഈ ഒരു നീക്കത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇന്ത്യയിലെ സംപ്രേഷണത്തിൻ്റെ കാര്യത്തിൽ ഓൾമോസ്റ്റ് തീരുമാനങ്ങളായി വരുന്നുണ്ട്. ഫിഫയുടെ പ്രതിനിധികൾ ഇവിടെ വന്ന് ചർച്ചയും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. അപ്പം പതിയെ പതിയെ നമ്മൾ സ്ലോയിലി ലോകകപ്പിൻ്റെ ആവേശത്തിലേക്ക് അങ്ങോട്ട് അലിഞ്ഞു ചേരാൻ പോവുകയാണ്. മലപ്പുറത്തെ ആ ഒരു 80 കിലോയിലധികം പ്ലാസ്റ്റിക് ശേഖരിച്ച് 40,000-ഓളം രൂപ ചെലവഴിച്ചിട്ടൊക്കെയാണ് ഒരു പ്ലാസ്റ്റിക് കുപ്പികൾ ശേഖരിച്ചിട്ട് ഒരു ബൈസൈക്കിൾ കിക്കിൻ്റെ മുകളിൽ പന്ത് കിക്ക് ചെയ്യുന്ന ഒരു ശില്പം അവരുണ്ടാക്കിയെങ്കിൽ അത് ചെറിയ കാര്യമൊന്നുമല്ല. ലോകകപ്പിൻ്റെ ആവേശത്തിൻ്റെ ആദ്യ ക്രിയേറ്റീവ് നോക്ക് ഇവിടെ തുറന്നു, മലപ്പുറത്ത് തന്നെ തുറന്നു. ഇനി പതിയെ അതിൻ്റെ അലലുകൾ വ്യാപിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു ചാനൽ ഇന്ത്യൻ ഫുട്ബോളിൽ നിന്നും പതിയെ വേൾഡ് കപ്പ് ഫുട്ബോളിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പം വേറൊരു ചാനൽ തുടങ്ങി അതിനകത്ത് വീഡിയോ വേൾഡ് ഫുട്ബോൾ അപ്ഡേറ്റ് ഇടണോ, അതോ ഇതിനകത്ത് തന്നെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യണോ എന്ന കാര്യത്തിലൊന്നും എനിക്കൊരു ക്ലാരിറ്റി വന്നിട്ടില്ല. അപ്പം നിങ്ങളുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ നന്നായിരുന്നു. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഒരു പോഡ്കാസ്റ്റ് ചാനൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യും. അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്യും. എക്സ്ക്ലൂസീവ്ലി ആളുടെ ചാനലായിരിക്കും. കുറച്ച് നാൾ ഞാൻ ആളുടെ കൂടെ ആയിരിക്കാനാണ് ചാൻസ്. ബൈ.